ഈ കാണുന്ന ചെറുതേനീച്ചക്കൂട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ കൂട്ടിൽ നേരത്തെ ഇരുന്ന കോളനി നമുക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ കൂട് അങ്ങനെ തന്നെ അവിടെ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു കോളനി വന്ന് കയറിയിട്ടുണ്ട് ആ കൂട്ടിൽ തന്നെ. അത് നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കാലിക്കൂട് ഇതുപോലെ ഈച്ച നഷ്ടപ്പെട്ട കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും എടുത്ത് മാറ്റി വെക്കരുത്. ഇതുപോലെ പുറത്തെവിടെയെങ്കിലും കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഈച്ചകൾ പ്രകൃതിയിൽ നിന്നുള്ളതൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കയറി നമുക്കൊരു കോളനി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ കൂടുകൾക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെക്കാറുണ്ടെങ്കിൽ അതൊക്കെ ഈച്ച മെഴുകി വെച്ച് അടയ്ക്കാറാണ് പതിവ്. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു കോളനി തന്നെയാണ് വന്ന് കയറിയേക്കുന്നത്. പുതിയ മുട്ടയും മെഴുകും തേനും ഒക്കെ ഉണ്ട്. കയറിയിട്ട് കുറച്ച് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ. എന്തായാലും നല്ല സ്ട്രോങ് ആയ കോളനിയാണ്. മൺചട്ടി കൊണ്ടുള്ള കൂട് ഞാൻ മിക്കവാറും ഒക്കെ കാലിക്കൂടായിട്ട് തൂക്കുവാണ് പതിവ്. കാരണം ഇതിൻ്റെ അകത്തൊരു കോളനി ഫുള്ളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ തേനെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തേനെടുക്കുന്ന ടൈമിൽ തേൻ അതിൻ്റെ ചട്ടിയെ കൂടെ ഒക്കെ പിടിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും. നമ്മൾ മുട്ടയെല്ലാം എടുത്ത് മാറ്റി തേനൊക്കെ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ റാണി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചട്ടി വന്ന് കയറുന്ന കൂടുകൾ എപ്പോഴും നമ്മൾ ഡബിൾ ലെയറുള്ള കൂട്ടിലോട്ടൊക്കെ മാറ്റി കൊടുക്കലാണ് പതിവ്. ഈ കൂട് താമസിക്കാതെ തന്നെ നമുക്ക് വേറൊരു തടിക്കൂട്ടിലോട്ട് മാറ്റി കൊടുക്കണം. ഇതിനു മുമ്പ് നമ്മൾ ഈ മൺചട്ടിക്കകത്തിരുന്ന കൂടുകൾ വേറെ തടിക്കൂട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാലിക്കൂടായിട്ട് വെച്ച് വന്ന് കയറുന്ന കൂടുകളാണിതൊക്കെ. വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.